നമ്മുടെ വണ്ടിയുടെ ആക്സിൽ പൊട്ടി ആണ്ടോ അവിടെ നിൽക്കുക. അതാ സംഭവം നല്ല എക്സ്പീരിയൻസ് ആണ്, പക്ഷെ നമ്മള് ട്രൈ ചെയ്യണില്ലേ, പറ്റാത്തോണ്ടല്ല. ഡിസ്പ്ലേ ആവും. നമ്മുടെ ജിമ്മിൽ നിന്നുള്ള ആദ്യത്തെ ടൂറാണ് കേട്ടോ ഇത്. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. ആരും വണ്ടി കയറില്ല, ഞങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വരും, എന്നിട്ട് എല്ലാവരും പിക്ക് ചെയ്യും. ഇതാ ജിഷ്ണേട്ടോ. അപ്പൊ നമ്മളാണ് ഇന്നത്തെ കോർഡിനേറ്റർ. ഇങ്ങനെ ശബരിമലയ്ക്ക വഴി പോവാ. ഓ എല്ലാരും കേറുന്നുണ്ട് കേട്ടോ. അവസാനം വൈശാഖേട്ടന് മാത്രം കാണാനില്ല. എല്ലാരും ആശാന എവിടെയും ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കാണാനില്ല. അങ്ങനെ മൂപ്പര് വെയിറ്റ് ചെയ്യണേ, അവസാനത്തേക്ക് വന്നാൽ മതി എന്ന് വെച്ചിട്ടേ നല്ല ഗ്രാൻഡ് എൻട്രി കൊടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാവരും കയറി നമ്മൾ ഒരുവിധം ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് ഞാൻ വണ്ടിയുടെ മേലേക്ക് ക്യാമറ കൊണ്ട് ഇട്ടെടുത്തതാണ്. ഞാൻ വിചാരിച്ചു നല്ല വ്യൂ കിട്ടുന്നു, പക്ഷേ വണ്ടിയുടെ മേലെ എക്സ്ട്രാ ഒരു പീസും കൂടി ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്കത് നേരെ പോലെ കിട്ടിയില്ല എന്നുള്ളതാണ്. നമ്മൾ കാര്യമായിട്ട് അവിടെ ഇവിടെ ഒന്നും വണ്ടി നിർത്തിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ചായ കുടിക്കാൻ മാത്രം നിർത്തിയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ചായ കുടിച്ച് കയറി. ഞാൻ കുടിച്ചിട്ട് ഞാൻ പോട്ടെ. അറിയാലോ, രാമക്കൽമേട് എന്ന് പറയുന്നത് ഇടുക്കിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതുരുത്തിയിൽ നിന്ന് ഏകദേശം 1 hours ട്രാവലിംഗ് ടൈം മാത്രമായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം 12 മണി. ആദ്യമൊക്കെ ഫുൾ എനർജറ്റിക് ആയിരുന്നായിരുന്ന ആൾക്കാരൊക്കെ മെല്ലെ സൈഡാവാൻ തുടങ്ങിയിട്ട് ചെറിയൊരു സ്നാക്സ് സ്പോട്ടിൽ മാത്രം നിർത്തിയിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വണ്ടി പറഞ്ഞാൽ 26 സീറ്റിൻ്റെ ലക്ഷറി ട്രാവലറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ബെസ്റ്റായിട്ടുള്ളൊരു ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റേ എത്തിയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ കറക്റ്റ് സീറ്റ് വിളിച്ചിട്ട് പോകരുത്, കാരണം ഒരു കംഫർട്ട് ഉണ്ടാവില്ല. നമ്മൾ ഫുഡ് കഴിച്ചത് മൗണ്ടൈൻ മെസ്റ്റിലും സ്റ്റേ മെനോരയിലുമാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇനിയാണ് ട്രക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ സ്റ്റേൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞാൻ ഇതിൽ ഞങ്ങളുടെ സ്റ്റേൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എ ഫ്രെയിം ഹൗസ് അവരുടെ. ഇതും ഇതിൻ്റെ ബാക്കിലൊരു റൂമും കൂടി ഉണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ബിൽഡിംഗ് അപ്പുറത്തുണ്ട്. പിന്നെ ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷനാണ് കുറച്ച് പ്രൊജക്റ്റ് അവർ അടുത്തൊക്കെ വരുന്നുണ്ട്. താഴെ കണ്ടോ, അവിടെയും വരുന്നുണ്ട്. കുറച്ച് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ കാണിച്ചു തന്നു മാത്രം. ഉണ്ട് സ്റ്റേ ഉണ്ട് അവിടെ. അതിൽ 2 സ്റ്റേ ഉണ്ട്. എനിക്കറിയില്ല എന്താണ്, ഞാൻ ആദ്യമായിട്ട് എവിടേക്ക് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബാക്കിലത്തെ വ്യൂ, പ്രോപ്പർട്ടിയുടെ അവിടെ നിന്ന്. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പൂരി ബാജി മുട്ടക്കറി. ഇനി നമുക്ക് നേരെ ട്രക്കിങ്. രാമക്കൽമേട് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അവിടുത്തെ ജീപ്പ് സഫാരിയിൽ പോയി കേട്ടോ. ഓഫ് റോഡിൽ വേറെ ലെവലാണ്. കയറി ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഫ്രണ്ടിക്ക് ഒരു തെറിക്കലായിരുന്നു കേട്ടോ. അത്രയും പ്രതീക്ഷയില്ല, ഭയങ്കര പെട്ടെന്ന് പെട്ടാ. ഒരു പ്രത്യേക പോയിന്റ് ഉണ്ടാവും എല്ലാ സ്ഥലത്തും. അവിടെ വെച്ചിട്ട് പെട്ടെന്ന് റോട്ടിൽ നിന്ന് അങ്ങോട്ട് കയറ്റും അവർ ഒരു മൺ റോട്ടിലേക്ക്. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ അന്തം വിട്ടുക. പെട്ടെന്നൊരു കയറ്റലായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കില്ല. പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറി പോകും വണ്ടിയിൽ. സോ അവിടെയാണ് ഏറ്റവും വലിയത്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടല്ല ഇരുന്നായിരുന്നു. അതുകൊണ്ട് എനിക്കത് എടുക്കാനും പറ്റിയില്ല, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കയറി പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു എനിക്ക്. ഇതിപ്പോൾ എന്താ പറയുക, ഇത് ഈ പോക്കാണ്. ഞാനിപ്പോൾ ഇത് വീഡിയോ സ്പീഡാക്കിയതൊന്നല്ല, ഈ പോക്കാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി കേട്ടോ. പിന്നെ ഇതൊക്കെ പക്കാ നോർമൽ റോഡാണ് കേട്ടോ. റോഡുകൾ ഞാൻ കാണിച്ചു തരാം, വരാ ഇരിക്കുന്നേ ഉള്ളൂ. ഇവിടുത്തെ ഒരു കാര്യമൊക്കെ എന്താ വെച്ചാൽ നമുക്ക് മാസം മാസം വണ്ടി കയറ്റേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എന്നും എന്ന് പറഞ്ഞ പോലെ പണി ഉണ്ടാവും ഇതിന്. അപ്പോൾ നമ്മൾ തന്നെ ഒരു മെക്കാനിക്കായിട്ട് മാറുകയാണ് അത്ര ചെയ്യുക ഇവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ. സോ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നമുക്ക് എങ്ങനെ എപ്പോൾ പണി വരുന്നു. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വണ്ടി ഉണ്ടല്ലോ, ഇതടക്കം നിന്നുപോയി, ഇതിൻ്റെ ആക്സിൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എങ്ങനെ സിറ്റുവേഷനാണ്, എന്തൊക്കെയാണ് എപ്പോൾ വരിക എന്നൊന്നും. അതുകൊണ്ട് യങ് ഏജിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം
നിങ്ങൾ മിസ് ചെയ്യാണ്ടെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ പോകാൻ നോക്കണം. ഈ ഏജിൽ വയ്ക്കുമ്പോൾ മാത്രമേ ഇതിനൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ബോഡി ഒരു വഴിയാവും കാരണം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ. ഇന്ന് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ആമപ്പാറയാണ് കേട്ടോ. അപ്പം അങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമപ്പാറയിൽ കുറച്ച് അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, ഒന്നും മോശം സ്ഥലങ്ങളില്ല. ആമപ്പാറയിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതല്ലാണ്ട് വേറെയും വ്യൂ ചെയ്യാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകണം. ഇതിന് ഇല്ലിക്കൽ കല്ല് എന്നാണ് ഈ ഒരു 2 കല്ലുകൾക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പുറത്ത് കൂടെ ഉരുണ്ട് വരുന്ന സംഭവങ്ങളുണ്ട്. ഞാൻ ഉരുണ്ട് വരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡിസ്പ്ലേ ആവും. സംഭവം നല്ല എക്സ്പീരിയൻസ് ആണ്, പക്ഷെ നമ്മള് ട്രൈ ചെയ്യണില്ലേ, പറ്റാത്തോണ്ടല്ല അല്ലേ. ഫോണ് കേടുവന്നാലോ അത്ര അതുകൊണ്ടേ ഉള്ളൂ, പറ്റാനിട്ടല്ല അല്ലേ. തോന്നുന്നു പറ്റാനിട്ടല്ലോ. ജിമ്മില് വരാത്തവർക്കുള്ള പണിഷ്മെന്റ് ആണ്. ജിമ്മില് വരാത്തവർക്കുള്ള സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം, കാരണം ഇതിന്റെ ഫണ്ട് ഇപ്പോഴും നല്ല വരാൻ പോണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പോണമെന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടാവൂലേ. കുഴപ്പമില്ല, കാണിച്ചു തരാം. ഇതാ കണ്ടോളൂ, നടന്നു പോണു. ഫൺ ഫൺ ഫൺ. ഇതാ ഒറിജിനൽ സാധനം. നമ്മുടെ ജിമ്മിലെ കോർഡിനേറ്റർ, ടൂറിന്റെ കോർഡിനേറ്റർ എഴുതിട്ടാ വരുന്നത്. അടിപൊളിയാ. ചളിയുണ്ട് കേട്ടോ, ഇല്ലായൊന്നുമില്ല. ചളിയുണ്ട്. അടിപൊളിയാ. ജനിച്ചപ്പോ കിടന്ന് കഴിഞ്ഞത് എപ്പോഴാ കഴിയണേ. പിന്നെ വേറെ ഒരാള് താമസിച്ച് കയറിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ടായിരുന്നു ആമപ്പാറ എക്സ്പീരിയൻസ്? അടിപൊളി. ആമപ്പാറ എക്സ്പീരിയൻസ് അടിപൊളി. നമുക്ക് ഇതിന്റെ മേലത്തെ വ്യൂ എന്താ നോക്കാം കേട്ടോ. നമ്മള് മേലത്തെ ഏറ്റവും മേലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ മേലത്തെ വ്യൂ പറഞ്ഞ അടിപൊളി കേട്ടോ. സോളാർ പാടം കാണാം നമുക്ക് ബാക്കിൽ. സോളാറാ പൂമ്പാച്ച. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാച്ച് ടവറിൻ്റെ മേലെ തന്നെയുള്ള വ്യൂ ഉണ്ട്. അവിടെ ഒരു ആമേനെ കണ്ടോ, അതിന് സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് വേണം കേട്ടോ. അതിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ യെസ് പോകേണ്ട കാര്യമുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല എന്നാണ് അവിടുത്തെ ആൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. സോ നമ്മൾ സ്കിപ്പ് ചെയ്തു. അങ്ങനത്തെ ഫോട്ടോ എടുക്കാൻ നമ്മുടെ നിക്ക്. അതെ, ഫോട്ടോ എടുത്തരും 10 റുപ്യ കേട്ടോ. എടുത്തിട്ടുണ്ടല്ലേ. ഈ ആമപ്പാറ വാച്ച് ടവറിൻ്റെ മേലെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു. ഒരുപാട് പേര് അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുന്ന് എല്ലാവരെയും അടുത്തും വണ്ടിയിൽ കയറാൻ പറയാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് ഇതിൽ വെച്ചിട്ട്. അത് സോളാർ പാടം. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ആക്സിൽ പൊട്ടി ആണ്ടോ അവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നെവർ മൈൻഡ്. നമ്മളെ solar padam, bro. Solar padam. But you know what? I really recommend Ramakalmeda. It's a good spot. Anishata, അന്ന് പറഞ്ഞപ്പോൾ വന്നാൽ മതിയായിരുന്നു, വന്നില്ല. See? ആക്സിൽ പൊട്ടത്തിലും കാര്യങ്ങളൊക്കെ അവിടെ സർവ്വസാധാരണ. സോ അടുത്ത വണ്ടി നമ്മൾ മുമ്പിലേക്ക് അറേഞ്ച് ചെയ്തത് എന്തോ ഒരു ടൈപ്പ് ഓഫ് ചെടി കേട്ടോ. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണം, ഇത് പോയിട്ട് കാട്ടിത്തരാം. Wow. ആരൊക്കെയാണോ കൈൻഡ് ഓഫ്. ബട്ട് ഐ റിയലി ഡോണ്ട് ഫൈൻഡ് സോളാർ പടം ദാറ്റ് മച്ച് ഗുഡ്. അറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണല്ലോ. പോയിന്റ് ഇത്ര ഉള്ളോ അതോ ഇനി ഫ്രണ്ടിക്ക് ഉണ്ടാവും നോക്കാം.
പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് ഈ വഴി. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് നോക്കട്ടെ എന്താ നമുക്ക്, കാരണം നമ്മൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഈ സ്പോട്ട്. രസമുണ്ട്, ഒരു പ്രത്യേക തണവും കാര്യങ്ങളും. പക്ഷേ കൊടയിൽ നോക്കാൻ വെച്ചാൽ അത്ര തണുപ്പില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ജനുവരി ലാസ്റ്റാണ്. സോ എനിക്കറിയില്ല അതിൻ്റെ പ്രശ്നമാണോ എന്താ കഥ. പക്ഷേ നൈസ്. മനുവേട്ട ചാനലിൻ്റെ പേര് പറ. എന്റെ ചാനലിന്റെ പേര് റൂട്ട് ആൻഡ് റൊട്ടീൻസ് എന്നാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ചാർജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു പാർട്ടും കൂടി ഉണ്ടാവും, അതിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കവർ ആവുന്നത്. അപ്പോൾ ബൈ. ഉടനെ അടുത്ത പാട്ടുകളൊക്കെ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ശരി.